ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സാറ്റർഡേ വിശേഷങ്ങളുമായാണ് വന്നേക്കുന്നത്. കുറച്ച് പാചക വിശേഷങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ വീഡിയോ. അപ്പോൾ നമ്മളിതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ ചായ ഉണ്ടാക്കാറ്. ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ, ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അടിപൊളി സാധനം കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പണിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, മുട്ടക്കറിയുടെ പണിയും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കണ വിധമൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കണത്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇന്നും നിങ്ങളായിട്ട് കാണിച്ച് പിന്നെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ഇട്ടു. അപ്പോൾ പണി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി എല്ലാം തീർന്നു. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിയ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ ഇടിയപ്പം ഉണ്ടാകും. നല്ല അടിപൊളി പൊടി തന്നെയാണ് ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടണ അതേ ബ്രാൻഡ് ഒക്കെ തന്നെ ഇവിടെയും കിട്ടും. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഉണ്ടാക്കാം സുഖമായിട്ട്. അപ്പോൾ ഇതിൻ്റെ പണി എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുമാതിരി ഇങ്ങനെ ഫിൽറ്റർ ഇങ്ങനെ ഇറക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേയിലോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കുക, പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കും. ഒരുപാട് തിളച്ച് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ അത് തിളച്ച് കാണും കേട്ടോ, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ അരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ അരിപ്പ പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് പതപ്പിച്ച് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് വാഷ് ചെയ്യാൻ സുഖമാണ്. ഡിഷ് വാഷറിൽ വയ്ക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നമുക്ക് കഴുകാനൊക്കെ എളുപ്പമുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പവും മുട്ടക്കറിയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി പൂളിലേക്ക് പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഓഫീസൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പൂളൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, ഒന്ന് ഓർത്ത് നോക്കിക്കോ. പിള്ളേർ ഓരോരുത്തരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. നല്ല സൗണ്ടൊക്കെ കേൾക്കാമല്ലോ. ഹായ്, എന്തോരം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എവിടെ നോക്കിയാലും പൂക്കളാണ്. കൊള്ളാലോ. അപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരാണ്ട് ഇറങ്ങണത്. ഞാനും നിസാറും പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇതിനോട് ചേർന്ന് തന്നെ പുറത്തായിട്ട് ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ നിന്ന് ഒരാൾ ചെയ്യണമുണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹോട്ടലിലും പിന്നെ അതുപോലെ തന്നെ റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ പൂളിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ഇങ്ങനെ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്നാണ് കേട്ടോ നല്ല മഴ പെയ്തത്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട് കേട്ടോ, ഫുള്ള് നമ്മളിങ്ങനെ വാച്ച് ചെയ്യാനായിട്ട്, ആരൊക്കെ ഇറങ്ങണ്ട എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരോടും പറഞ്ഞു മഴ കൂടുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പണൊന്നും ചെയ്യൂല കേട്ടോ പൂള്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഓരോ ടൈമുണ്ട്, ആ ടൈമിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അവരെ ഓപ്പൺ ചെയ്ത് കൊടുക്കണുണ്ട്. പക്ഷേ അവർ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ഇനിയിപ്പോൾ അവർ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ പിള്ളേർക്കൊക്കെ അത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിട്ടാണ്. പിള്ളേർക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. മഴ കുറയുമ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ പിന്നെ മനസ്സോടെ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടെങ്കിലും ചില പിള്ളേർ ഇത് കണ്ടില്ലേ വെള്ളത്തിലേക്ക് പിന്നെ എടുത്ത് ചാടണമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ പിള്ളേർക്ക് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനായിട്ട് ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ. അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പിള്ളേരും ആകെ നനഞ്ഞല്ലോ, ഇങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ വന്നപ്പോൾ ഒരു കുടയായിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ ചെറിയൊരു ഇരളിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുടയായിട്ടാണ് വന്നത്. ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ വരണ്ടാന്നൊക്കെ ആദ്യം വിചാരിച്ചാണ്, മഴയായതുകൊണ്ട്. പിന്നെ പിള്ളേരെ നിർബന്ധപ്രകാരം പിന്നെ നമ്മളങ്ങനെ വന്നതാണ് കേട്ടോ. രണ്ടുപേരും പൂളിൽ ഇറങ്ങാൻ പറ്റാതെ തണുത്തുറഞ്ഞിങ്ങനെ നിൽക്കുക, മഴ പെയ്തല്ലേ. അങ്ങനെ അതേ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അവരത് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി അതിൻ്റെ അകത്തേക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല. അതെപ്പോഴും അങ്ങനെ ഓപ്പൺ ചെയ്യൂലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ക്ലോസ് ചെയ്തിടണത്. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഈ പിള്ളേരെ പൂളിലും ഇറങ്ങി പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. പിള്ളേരൊക്കെ ഇങ്ങനെ ആകെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ കുട ഉള്ളതുകൊണ്ട് പിന്നെ കുടയിലാണ് പോണത്. പിള്ളേർ പിന്നെ ആകെ നനഞ്ഞുകൊണ്ട് പിന്നെ അതിലൊന്നും നിന്നില്ല. അപ്പോൾ അതേ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഇപ്പോൾ കയറാൻ പോണത്. ഈ വഴി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഈ വഴി കാണിക്കണത്. ഞാൻ എപ്പോഴും അപ്പുറത്തെ സൈഡിലല്ലേ കാണിക്കാറ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യണം അപ്പുറത്ത് കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കയറാൻ വേണ്ടിയിട്ടേ നമ്മൾ ബാക്ക് സൈഡിൽ കൂടി അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ ഫുള്ള് പുല്ലൊക്കെ പിടിപ്പിച്ച് പിന്നെ ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. അപ്പുറത്തെ സൈഡിനേലും കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡ്. അപ്പോൾ അതേ നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള അങ്ങനെ ഡോറൊക്കെ. അപ്പോൾ അതേ നമ്മളങ്ങനെ വന്നു. ഇനിയിപ്പോൾ അതേ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല ടൈപ്പിൽ മീൻകറി വെക്കാറുണ്ട്. മുളകിട്ട് വയ്ക്കും, തേങ്ങാപ്പാലിൽ, പിന്നെ വറുത്തരച്ച്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഞാൻ മീൻകറി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ചാണ് വയ്ക്കണേ. അപ്പോൾ അതേ ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതേ ഞാൻ അരപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ തിളക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മീൻ മസാല വരട്ടേണ് വറക്കാനായിട്ട്. അപ്പോൾ ചെമ്പല്ലാണ് കേട്ടോ ഉള്ളത്, നല്ല പച്ച മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ പറ്റി കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ പറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റിൻ്റെയൊക്കെ ഒരു പാക്കറ്റൊക്കെ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഏകദേശം തീർന്നിട്ട്, അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കണത്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറി വെക്കണതും ചെമ്പല്ലി തന്നെയാണ് കേട്ടോ. നല്ല മീനായിരുന്നു കേട്ടോ, നല്ല പച്ച മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നേ, തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി വീഡിയോയിൽ. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂപ്പിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം വറുക്കുക കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമൊക്കെ തീർന്നു. ഇവിടുത്തെ പപ്പടം ഇതുമാതിരിയാണ് കേട്ടോ, ഇങ്ങനെ അധികം വീർത്തൊന്നും വരില്ല, ഇങ്ങനെ വീർക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ പപ്പടമൊക്കെ കിട്ടുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മീനും വറുക്കുകയാണ്. അപ്പോൾ മീൻ ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ചെമ്പല്ലി നല്ല പച്ച മീനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വാങ്ങിക്കുമ്പോൾ വിചാരിച്ചില്ല ഇത്രയ്ക്ക് ടേസ്റ്റൊന്നും ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഫിലോപ്പി എന്ന് പറഞ്ഞ മീനൊക്കെ വാങ്ങിയപ്പോൾ ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പിന്നെ നമ്മുടെ മുരിച്ചിട്ടുള്ള ആ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ ഫുഡുകളൊക്കെ റെഡിയായി. മീൻകറിയും മീൻ വറുത്തതും പിന്നെ ചമ്മന്തി, പിന്നെ കുറച്ച് ക്യാബേജ് ഒലുത്തിയതൊക്കെ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തക്കാളിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ആകെ ഒരു തിക്കും തിരക്കായിരുന്നല്ലോ. നമ്മൾ പൂളിയിൽ നിന്ന് വന്നതിന് ശേഷം നേരം വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആകെ പെട്ടെന്നാക്കിയോണ്ട് പെട്ടെന്ന് വിശദമായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാണ് അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കണത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം കേട്ടോ, കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പിൻ തൈ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസാറിൻ്റെ ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നത്. അപ്പോൾ തന്നപ്പോൾ ഒരു കുഞ്ഞു തൈയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്ന് ഇതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് പൊങ്ങിയാൽ മതിയായിരുന്നു ആ മരം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനെപ്പോഴും. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു, റെഡിയായി. നമ്മളിപ്പോൾ പോകുന്നത് കോസ്കോയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആ ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഞാൻ എന്താ പറയുക, കാഴ്ചകളൊന്നും വെറുതെ കാണിക്കണില്ല, പിന്നെ ബോറാവുമല്ലോ. പിന്നെ അതുമല്ല തിരക്കായതുകൊണ്ട് അതൊന്നും എല്ലാം വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കോസ്കോയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ
വന്നപ്പോൾ കാണിക്കാത്ത കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണത്തേലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് വെച്ചേക്കണത്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ കൂടുതലും പൂക്കളുള്ള ചെടികളായിരുന്നല്ലോ. ഇത്തവണ ഇത്തിരി പൂക്കളൊക്കെ കുറഞ്ഞിട്ടുള്ള ചെടികളാണ്. ഇത് നോക്കിക്കണ്ടേ, കൂടുതലും കളർ ചെടികളാണ് ഇത്തവണ കണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒരു വെറൈറ്റി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടി തന്നെ 3-4 ടൈപ്പ് ചെടികൾ കേട്ടോ. കണ്ടില്ലേ, പൂക്കളുള്ളത് ഒരെണ്ണവും പിന്നെ കളർ ചെടികൾ ബാക്കി, അങ്ങനെയാണ് കേട്ടോ വെച്ചേക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കാണാം. നമ്മളൊക്കെ ഒരു ചട്ടിയിൽ ഒരു ചെടിയല്ലേ വയ്ക്കുക, ഇത് ഇവർ ഒരു ചട്ടിയിൽ 3-4 ടൈപ്പ് ചെടികൾ ഇങ്ങനെ വെച്ചേക്കണം. നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിക്കാൻ. ഒരു വെറൈറ്റി തോന്നിയപ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഒരു ചട്ടി തന്നെ പല ടൈപ്പ്. പിന്നെ അതേ നമ്മൾ പാത്രങ്ങളുടെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഒരു പാൻ വാങ്ങിക്കാമെന്ന് ഓർത്ത് വന്നാൽ കേട്ടോ. പക്ഷേ ഇവിടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് ഒരു പാനായിട്ട് കിട്ടില്ല. 3 അല്ലെങ്കിൽ 4 ഒക്കെ വെച്ചാണ്ടോ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി. പിന്നെ അതിന് ശേഷം നമ്മളിതേ ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പിള്ളേർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവ് ഡ്രസ്സിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് തോന്നിയായിരുന്നേ. പിന്നെ അതുപോലെ ഇതൊക്കെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഏരിയ ആണ്. ഇതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഈ മറ്റേ മുളകില്ലേ, പച്ചമുളക്, അതിൻ്റെയൊക്കെ പല കളറ്. ഇത് നോക്കിക്കേണ്ട ക്യാപ്സിക്കം, അതിൻ്റെയൊക്കെ പല കളറ് ഒറ്റ പാക്കറ്റിലായിട്ട് ഇങ്ങനെ വെച്ചേക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു ടോയ്സ് പോലെ തോന്നും കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടണ ഒരു റൂമുണ്ട്, അങ്ങടാ പോണത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഇത് നോക്കിക്കണ്ടേ, മാംഗോൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു പാക്കഡ് ഐറ്റംസുകളൊക്കെ ഇരിക്കണുണ്ടോ. സ്ലൈസ്ഡ് മാംഗോസ് എന്നും പറഞ്ഞ് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതേ നമ്മൾ ഈ റൂമിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിത് കൂടുതൽ റൂമിൽ വിശേഷങ്ങൾ കാണിക്കണില്ല. പിന്നെ അതേ ഇത് നമ്മൾ ഫിഷിൻ്റെ ഏരിയയിലേക്കാണ് വന്നേക്കണത്. ഫിഷിൻ്റെ ഏരിയയിൽ ഇത് ഫിലോപ്പിയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ തൊലി മുള്ളും ഒക്കെ കളഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് ചെമ്മീനാണ്, ഇത് മൊത്തം ചെമ്മീനാണ് കേട്ടോ. വലിയ ചെമ്മീനാണ് കേട്ടോ. ഇത് ചെറിയ പാക്കും വലിയ പാക്കായിട്ടൊക്കെ ഇങ്ങനെ കിട്ടും. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ റേറ്റ് കുഴപ്പമില്ല, ഒരു നോർമൽ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഞണ്ട്, കക്ക, ഇതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ വലിയ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഈ ഷോപ്പിൽ കിട്ടുക. പിന്നെ അതിന് ശേഷം ഇത് ബീഫിൻ്റെ ഏരിയ ഉണ്ട്. ഇത് മൊത്തം ബീഫാണ്. ഇതൊക്കെ കണ്ടില്ലേ, വലിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസുകളും. അപ്പോൾ നമ്മളങ്ങനെ കുറേ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ബീഫും പിന്നെ അതുപോലെ ചിക്കൻ, ഫിഷ് അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി. ഈ ഷോപ്പിൽ എന്ത് ചെറിയ സാധനം വാങ്ങിക്കാൻ വന്നാലും എങ്ങനെ മേടിച്ചു പോയാലും കുറേ ഐറ്റംസ് ആവും കേട്ടോ. അതാണ് ഈ ഷോപ്പിൽ വന്നാലുള്ള പ്രത്യേകത. അതിപ്പോൾ ഈ അമേരിക്കൻ മലയാളികളെല്ലാവരും ഇത് തന്നെയായിരിക്കുമല്ലോ പറയാം. അപ്പോൾ അതേ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും കൂടി പോകാനുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകണേ. കാരണം വെച്ചാൽ നമ്മൾ ഈ ബീഫും പിന്നെ ചിക്കനൊക്കെ വാങ്ങിയോണ്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത്രയും നേരം ഇത് നമ്മുടെ കയ്യിലിരിക്കില്ലേ, കാറിൽ തന്നെ വയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത്രയും നേരം അതിങ്ങനെ വണ്ടിയിലിരുന്നാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് അതൊക്കെ വെച്ചത്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോണത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എത്ര വന്നാലും കോസ്കോയിലൊന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എത്ര വന്നാലും ഇവിടെ വരാതെ പറ്റൂലല്ലോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഷോപ്പിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊന്നും ഞാനിങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഞാൻ മുമ്പൊരു വീഡിയോ 1-2 വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ മുമ്പത്തെ വീഡിയോയൊക്കെ ഒന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കണ വഴി കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കണം കേട്ടോ. അതാണ് ഇതിങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത്രയും നേരമായില്ലേ. അപ്പോൾ അതേ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ചിപ്പോട്ടിൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കണത്. നമ്മൾ ഇതിനു മുമ്പും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചിക്കന്, അതുപോലെ തന്നെ ബീഫ്, പിന്നെ റൈസ്, വെജിറ്റബിൾ ഇതെല്ലാം ഇങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്കത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ബൗളിൽ അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടിയിൽ റോൾ ചെയ്ത് അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇതെടുക്കാം. ഒരു സാലഡ് രൂപത്തിലാണ് കേട്ടോ ഇത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ 2 രൂപത്തിലുള്ളത് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ റോളിലുള്ളത് ഇതേ കണ്ടില്ലേ,
എടുക്കണുണ്ട്. ഇങ്ങനെ റോള് ഇങ്ങനെ റൊട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവർ നമ്മളോട് ചോദിക്കും ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അവർ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ്. പിന്നെ റൈസ് ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. അതുപോലെ ചിക്കൻ 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാം ഈ 2 ടൈപ്പ് വെച്ചുണ്ടാവും, പല മസാലകൾ വെച്ചിട്ട്. അതിന് ശേഷം ഇതുമാതിരി നമ്മൾ ഷവർമയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെയൊക്കെ ഒരു രൂപം പോലെ വരും കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. എന്നിട്ട് ഇത് അങ്ങനെ റോൾ ചെയ്ത് നമുക്ക് തരും കേട്ടോ. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇങ്ങനെ ബൗളിലാണ് അടുത്തത്. ഇങ്ങനെ ബൗളിലേക്ക് ഇത് കണ്ടില്ലേ, നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് അത് അവരിങ്ങനെ പാത്രം ഇങ്ങനെ മൂടി നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കൂടുതലും പാർസലാണ് പോവാറ്. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കണവർ ഉണ്ട്. ഞങ്ങളെന്തായാലും അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ മൂടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അതിനാണ് അങ്ങനത്തെ പാത്രം. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര ഗ്ലാസ് ആണോ വാങ്ങിക്കണത് അതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കൂൾ ഡ്രിങ്ക്സുകളുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും കൂൾ ഡ്രിങ്ക്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതേ നമ്മൾ 2 ഗ്ലാസ്സാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കോള കൂടി ഇത്തിരി അധികമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ഈ കോളയൊന്നും അധികം കുടിക്കാറില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ എല്ലാ ഷോപ്പിലും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരുപാട് സോസുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഈ എന്താ പറയുക, ഇങ്ങനെ റോൾ ചെയ്ത് വാങ്ങിയത് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മറ്റേത് ബൗളിലുള്ള നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ മിക്സ് ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു സാലഡ് രൂപത്തിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടമാവണൊരു എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഐറ്റം ഈ ഡിഷ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങൾ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റണ ഒരു ഷോപ്പാണ് ഇത്. നമുക്ക് അത്യാവശ്യം വയറ് നിറയണ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞതേ പുറത്തിറങ്ങിയപ്പോഴത്തേനും നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പെട്ടെന്നല്ലേ സമയം പോണത്. നമ്മൾ പെട്ടെന്ന് ആ സാറ്റർഡേ അങ്ങോട്ട് പോയതുപോലെ തോന്നിയായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. ഇപ്പോൾ തന്നെ ആകെ ടയേർഡായി ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.